ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് റെബേക്ക സന്തോഷ്. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് റെബേക്ക താരമാകുന്നതെങ്കിലും കസ്തൂരിമാൻ എന്ന പരമ്പരയിലെ കാവ്യയായിട്ടായിരുന്നു റെബേക്ക കയ്യടി നേടുന്നത്. പരമ്പര ഹിറ്റായി മാറിയതോടെ റെബേക്കയും താരമായി മാറുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റെബേക്ക. താരത്തിന്റെ റീലുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുണ്ട്. 2021 സംവിധായകൻ ശ്രീജിത്ത് വിജയനുമായി റെബേക്കയുടെ വിവാഹം നടന്നത്. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. ഇപ്പോഴിതാ വിവാഹ നിശ്ചയം കഴിഞ്ഞ് 4 വർഷങ്ങൾ പിന്നിട്ടതിന്റെ സന്തോഷം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് റെബേക്ക സന്തോഷ്. എൻഗേജ്മെന്റ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സന്തോഷം പങ്കുവച്ചതോടൊപ്പം ശ്രീജിത്തിന് പ്രണയദിനാശംസകളും റെബേക്ക നേർന്നു. 2021 പ്രണയദിനത്തിലായിരുന്നു റെബേക്കയുടെയും ശ്രീജിത്തിന്റെ വിവാഹ നിശ്ചയം. അതേ വർഷം നവംബറിലായിരുന്നു വിവാഹം. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. നിരവധി പേരാണ് ഇൻസ്റ്റഗ്രാമിൽ റെബേക്ക പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ ഇരുവർക്കും ആശംസകൾ നേർന്ന് കമന്റുകൾ ഇട്ടത്. തൃശൂർ സ്വദേശിയായ റെബേക്ക സീരിയൽ നടി, അവതാരക എന്നീ നിലകളിൽ പ്രശസ്തയാണ്. കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ ബാലതാരമായാണ് താരം അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പക്ഷേ സിനിമയേക്കാൾ റെബേക്കയ്ക്ക് സ്വീകാര്യത നേടിക്കൊടുത്തത് സീരിയലുകളായിരുന്നു. 2017 റെബേക്കയെ തേടി കസ്തൂരിമാൻ എന്ന സീരിയൽ എത്തുന്നത്. അതിനു മുൻപും ചില സീരിയലുകൾ ചെയ്തിട്ടുള്ളെങ്കിലും കസ്തൂരിമാനിലെ കാവ്യയാണ് റെബേക്ക ഇന്നും പലരും ഓർത്തിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഏഷ്യാനെറ്റിലെ നമ്പർ 1 പരമ്പരകളിലൊന്നായ ചെമ്പനീർ പൂവിലെ രേവതിയായി വീണ്ടും എത്തിയിരിക്കുകയാണ് റെബേക്ക. എന്നാൽ ആദ്യ നായികയ്ക്ക് പകരക്കാരിയായാണ് എത്തിയതെങ്കിലും റെബേക്കയെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ നേരത്തെ പരമ്പരയിൽ നായികയായി അഭിനയിച്ചിരുന്ന ഗോമതി പ്രിയ മാറുകയും പകരം റെബേക്ക സന്തോഷ് ആ വേഷത്തിലേക്ക് എത്തുകയും ചെയ്തു. പിന്നീട് ഗോമതിയുടെ ആരാധകരിൽ നിന്നും കടുത്ത സൈബർ ആക്രമണമാണ് റെബേക്കയ്ക്ക് നേരിടേണ്ടി വന്നത്. രേവതിയായി റെബേക്ക വന്നതു മുതലുള്ള ഹേറ്റ് കമന്റ്സ് മാസങ്ങൾക്കിപ്പുറവും തുടരുകയാണ്. തുടർന്ന് റെബേക്കയും വീഡിയോയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ വീഡിയോയ്ക്ക് താഴെയും നിരവധി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുള്ള കമന്റുകളും വന്നിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. ഒരു നായിക മാറിയതിന്റെ പേരിൽ അങ്ങേയറ്റം തെറിവിളി ആണ് റെബേക്കയ്ക്ക് കിട്ടുന്നത്. ഏഷ്യാനെറ്റിന്റെ ഫേസ്ബുക്ക്, യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റഗ്രാം പേജ് എല്ലാത്തിലും റെബേക്കയെ ചീത്ത വിളിക്കുകയാണ്. അതേസമയം മുൻപത്തെ നായികയുടെ അക്കൗണ്ടിൽ ചെന്ന് തിരിച്ചു വരൂ എന്ന് പറഞ്ഞും അപേക്ഷിക്കുകയാണ്. ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവ് സീരിയലിലെ നായികയായ ഗോമതി പ്രിയ മാറി റെബേക്ക വന്നതാണ് ഈ ചീത്തവിളിക്ക് കാരണമായത്. ഒരു സീരിയൽ നായിക മാറിയതിന് ഇത്രയും ഹേറ്റ് അർഹിക്കുന്നില്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തനിക്ക് അവാർഡ് ലഭിച്ചതിനെ കുറിച്ച് റെബേക്ക ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇതിന് താഴെയും നിരവധി പേർ വിമർശനവുമായി എത്തിയിരുന്നു. ഓരോ താഴ്ചയും വിജയത്തിലേക്കുള്ള കാൽവയ്പാണെന്ന് പറയുന്നത് പോലെ ഇന്ന് ഈ വേദിയിൽ രേവതിയായി ആദ്യത്തെ അവാർഡ് വാങ്ങുമ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഈ അവാർഡ് എനിക്കൊരു പ്രചോദനമാണ്. ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനും ഓരോ സീനും ആവും വിധം ഭംഗിയാകാൻ ശ്രമിക്കാനും രേവതിയെ ഞാനും അത്രയധികം സ്നേഹിക്കുന്നു. രേവതിയാവാനും ഈ അവാർഡ് സ്വീകരിക്കാനും എനിക്ക് അവസരം തന്ന ദൈവത്തിനും ചുരുങ്ങിയ കാലയളവിൽ എന്നെ നിങ്ങളുടെ രേവതിയായി സ്വീകരിച്ച പ്രേക്ഷകർ, എനിക്ക് സപ്പോർട്ട് തരുന്ന ചാനൽ, CP ഫാമിലി, എന്റെ ഫാമിലി, ഫാൻസ് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്നായിരുന്നു കുറിപ്പ്. എന്നാൽ ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങൾ റെബേക്കയ്ക്ക് നേരിടേണ്ടി വന്നു. അതേസമയം റെബേക്കയെ പിന്തുണച്ചും നിരവധി ആളുകൾ എത്തിയിരുന്നു. ഇവിടെ വന്ന് കരയുന്ന GP ഫാൻസ്, പ്രിയ ഈ പ്രോജക്ട് ഉപേക്ഷിച്ചു പോയി, ഇനി വരുവോ എന്ന് അറിയില്ല, പിന്നെ എന്തിനാ എങ്ങനെ ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്നേ, രേവതിയായി റെബേക്ക കാണാൻ പറ്റില്ല എങ്കിൽ പിന്നെ സീരിയൽ കാണരുത്, അല്ലാതെ പിന്നെയും കണ്ടിട്ട് റെബേക്കയെ കുറ്റം പറഞ്ഞതുകൊണ്ട് അവർ സീരിയലിലേക്ക് പ്രിയയെ കൊണ്ടുവരില്ല എന്നായിരുന്നു പിന്തുണച്ചെത്തിയ കുറിപ്പ്. അതേസമയം മിന്നാമിനുങ്ങ്, ഒരു സിനിമാക്കാരൻ, തിരുവമ്പാടി തമ്പാൻ തുടങ്ങിയ സിനിമകളിലും റെബേക്ക വേഷമിട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് റെബേക്ക. താരത്തിന്റെ റീലുകളും ഫോട്ടോഷൂട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയയിലേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സീരിയൽ സെറ്റിലെ വിശേഷങ്ങളും റെബേക്ക പങ്കുവയ്ക്കാറുണ്ട്. കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെ സംവിധാന രംഗത്തെത്തിയ ആളാണ് റെബേക്കയുടെ ഭർത്താവ് ശ്രീജിത്ത് വിജയൻ. മാർഗം കളി, ഇടയൻ ചന്തു എന്നിവയാണ് ശ്രീജിത്ത് സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങൾ.